നാൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. എല്ലാ തവണയും പറയുന്നല്ലോ, കുറേ നാൾക്ക് ശേഷം. അതെന്ന് വെച്ചാലേ വീഡിയോ എടുക്കാറില്ല, ആക്ച്വലി മടി വരുന്നു, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ. അപ്പം ഇന്ന് നമ്മൾ വീണ്ടും നോർമലി ഒന്നിലെ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ടൂർ പോവുക, ഇതൊക്കെയാണല്ലോ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് വിഷു ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഫ്രീ ആണ് എല്ലാവരും. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് പോവാണ്. അപ്പോൾ അതേ അല്ലു ഇവിടെ റെഡി ആയിട്ട് എൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അതെ ഹായ് പറഞ്ഞേ, ഹലോ ഓർക്കെ പറ. തരാം. അപ്പോൾ നമ്മളെവിടെ പോവാണ്? ടൂറ്. ഇൻട്രോ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ആ സമയത്തൊന്ന് കട്ടായി പോയി. അത് നമ്മുടെ ഒരു ഫ്രണ്ട് വന്ന് അധികം വീഡിയോ ഒന്ന് കട്ട് ചെയ്തതാണ്. അപ്പം ഞാൻ എല്ലാവരും കാറിലേക്ക് കയറാൻ പോവാണ്. അപ്പം അതിനിടയിൽ ജസ്റ്റ് ഒന്ന് മാഞ്ഞാലി അവരുടെ വീട്ടിലൊന്ന് കയറണം. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മഹാഗണിത്തോട്ടാണ് പ്ലാൻ ചെയ്തേക്കണത്. ഇനി അവിടെ ചെന്ന് എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നറിയില്ല. കാരണം എവിടെ ടൂർ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് സംഭവിക്കാറുണ്ട്. ഉദ്ദേശിച്ച സ്പോട്ടിലേക്കല്ല പോവാറ്. അപ്പം എന്തായാലും ഓൾറെഡി നമ്മൾ മഹാഗണിത്തോട്ടത്തിൽ പോയ ഒരു വീഡിയോ കിടപ്പുണ്ട് നമ്മുടെ ചാനലിൽ. അന്ന് വേറെ 2 മെമ്പേഴ്സും കൂടി ഉണ്ട്. അപ്പം ഇന്ന് നമ്മുടെ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, ഞാൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ശരത്തേട്ടൻ മാത്രമില്ല, ശരത്തേട്ടനെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും വണ്ടിയിലുണ്ട്. ബാക്കി പോണ വഴി കാണാം. റെഡി ആയിരിക്കുന്നുണ്ട്, അലമ്പായിരിക്കാന്നൊക്കെയാണ് പറയണത്. ചേട്ടാ ഓക്കെ, ഇനി സ്വന്തം വീട്ടിൽ പോയി ഡ്രസ് മാറിയിട്ടൊക്കെ വേണം പോവാൻ. ബാക്കിയുള്ള ആൾക്കാർ അവിടെ റെഡി ആവണം. അങ്ങനെ എല്ലാ തവണയും പറയുന്ന പോലെ ഇത്തവണയും ചെറിയൊരു മിസ്റ്റേക്ക് നമ്മളിൽ നിന്ന് പറ്റി. എന്താന്ന് വെച്ചാൽ നമ്മൾ മഹാഗണിത്തോട്ടം, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ ഇത്തവണ പോണത്. അവിടെ നല്ലൊരു സ്ഥലമായിരുന്നു. അപ്പം ഇത്തവണ നമ്മൾ എത്തിയത് ഇവിടെ പാണങ്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തായിപ്പോയി. അത് ലൊക്കേഷൻ ഇട്ട് മഹാഗണിത്തോട്ടമായിരുന്നു, പക്ഷേ അത് വഴി തെറ്റിച്ച് നമ്മളെത്തിയത് പാണങ്കുഴിയിലേക്കായി. പക്ഷെ അത് കഴിഞ്ഞ പ്രാവശ്യം വന്നത് മഹാഗണിത്തോട്ടമാണെങ്കിൽ ഇപ്രാവശ്യം വേറൊരു റൂട്ടാണ്. വേറൊരു റൂട്ടാണ്. അതെ നഷ്ടമായി. പിന്നെ ചേട്ടനാണ് നഷ്ടം. ചേട്ടൻ ഇത് 2 സ്ഥലത്തും വന്നിട്ടില്ല. എന്തായാലും ഇത് വേറൊരു സ്ഥലമാണല്ലോ. അപ്പം ഇവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം ബാക്കി ഇവിടുത്തെ എങ്ങനെയായിരുന്നു. അപ്പം ഇല്ല, അപ്പം നമ്മളൊരു കാട്ടിലേക്കാണ് കയറി പോകാൻ പോണത്. അത്യാവശ്യം മുകളിൽ കണ്ട. അപ്പോൾ ആ മുകളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ബാക്കി പോണ വഴി കാണിച്ചു തരാം. പാണങ്കുഴി ഈ ഒരു സ്ഥലത്തേക്ക് കല്ലും കട്ടയും നിറഞ്ഞ വഴി കൂടെയാണ് കയറി പോണത്. ഇല്ല, അത് താഴെ തന്നെയായിരുന്നു. അത്യാവശ്യം മുകളിലേക്ക് എൻ്റെ ഇടക്കിടക്ക് മെസ്സേജ് ഉണ്ട്, ഒന്ന് ഓഫ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അതേ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ചൂടുള്ള സമയത്ത് പോലെ കാട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമല്ലേ. ചൂടില്ല, അതിനെ കാട്ടിൽ കൂടെ കയറുമ്പോൾ തന്നെ ഒട്ടും ചൂട് തോന്നൂലല്ലോ. അതന്നെ. പിന്നെ ഇത്ര നേരം കാറിൻ്റെ ഉള്ളിൽ AC ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ ചൂട് ഇല്ലേ, അത് കഴിയുമ്പോൾ സെറ്റാവും. കാടിന്റെ ഇടയിൽ കൂടെ നടന്നത് ഇവരൊക്കെ അങ്ങോട്ട് കയറി പോണുണ്ട്. കണ്ടോ എങ്ങനെയുണ്ട്? കുറച്ച് കയറിയപ്പോ സൂപ്പർ അല്ലേ? അമ്മ ഇപ്പോഴേ പറയുന്നുണ്ട് മുകളിലേക്ക് കയറാനായിരുന്നെങ്കിൽ അമ്മ വരൂല എന്നൊക്കെ. പക്ഷെ നമുക്കറിയില്ലല്ലോ, നമ്മളെ ഗൂഗിൾ തെറ്റിച്ച് വേറെ വഴിക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇവിടെ ആനയൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്. ഭയങ്കര കാട്. നടന്ന് കയറി വരുന്ന ആൾക്കാരാണ്. ശരിയാ, കാടില്ലായിരുന്നു. ഇത്രയും ഇതുണ്ട്. ഇത് ഒരു മനുഷ്യനില്ല, വെറും കാട്ടിൽ കൂടെ നടക്കണത്. ഇത്തിരി കയറിയപ്പോ തന്നെ എന്താ പറയാനുള്ള ഗൈസ് നിങ്ങൾക്ക്? ഇഷ്ടായ ഇത്രയും കയറിയപ്പോ തന്നെ? പക്ഷെ ബാക്കി വന്ന ആൾക്കാര് അമ്മക്കാ കയറിയപ്പോ എന്താ പറയാനുള്ളേ? ഒന്നും മിണ്ടായില്ലേ? ചേട്ടനെ ഓക്കെയാണോ ഇത്രയും കയറിയപ്പോ? കൊച്ചിനെ മാറി എടുക്കാം, കുഴപ്പമില്ല. അമ്മേ ഗൈസ് എന്താന്ന് വെച്ചാൽ അമ്മക്ക് ഇങ്ങനെ കാട്ടിൽ കൂടെ പോണ വലിയ താല്പര്യമല്ല. വേറെ ഒന്നുമില്ല, കൊച്ചക്കൊള്ളയല്ലേ, അത് കാരണം കൊണ്ടാട്ടോ. ഭയങ്കര സെറ്റാ.
കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഏകദേശം എത്താറായി. അവിടെ ഒരു പുഴ കാണുന്നുണ്ട്. ഏകദേശം എത്താറായി. നൈസാട്ടോ, ഒരു രക്ഷയില്ല, ഒരു മനുഷ്യനില്ല, അതാണ് പ്രത്യേകത. ഇതാണ് നമ്മൾ വന്ന വഴി കേട്ടോ. ഇവര് നടന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. കുറച്ച് കയറ്റവും കുറച്ച് ഇറക്കവും ബാക്കി നേരെയായ സ്ഥലമൊക്കെയാണ്. ഇതേ നോക്കി നടന്നേ താഴെ കേട്ടോ. ഇവിടെ മരത്തിന്റെ വേരൊക്കെ ഉള്ളാരം കൊണ്ട് നമ്മക്കൊക്കെ ഇറങ്ങാൻ. പക്ഷെ നമ്മൾ ഇതൊക്കെ ശരിക്കും ഒരു നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. കാരണം ഇതൊക്കെ നമ്മൾ കാണേണ്ട സ്ഥലങ്ങളല്ലേ, ചുമ്മാ വീട്ടിലിരുന്നാൽ കാണില്ലല്ലോ. അപ്പൊ ഇതൊക്കെ കാണണം. അപ്പൊ ഇതുപോലത്തെ അഡ്വഞ്ചറൊക്കെ ഏറ്റെടുക്കണം അല്ലേ മേ? പൈസയും കൊടുത്ത് അത് ശരി, പൈസയും കൊടുത്ത് ഇങ്ങനെയുള്ളടത്ത് പോയി. പക്ഷെ ഇത് ഇങ്ങനെയല്ലേ കാണാൻ പറ്റുള്ളൂ. പാർക്കാ? ഇത് കുഞ്ഞുവാവകളാ, ആകെ ഒരു കുഞ്ഞുവാവേ ഉള്ളത്. അപ്പൊ വലിയ ആൾക്കാർക്കാ? കാട്ടിലേക്ക് ഞാനില്ലെന്നാ, നമുക്കറിയില്ലായിരുന്നല്ലോ ഇങ്ങനെ സ്ഥലം. ചിലപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ സൂപ്പറായിരിക്കും, നോക്കാം. മഹാഗണിത്തോട്ടം, കുറച്ച് മഹാഗണികളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഏതൊക്കെ അങ്ങോട്ടൊക്കെ മഹാഗണിയാണ്. അങ്ങനെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കും കേട്ടോ. താഴേക്ക് പുഴയൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്, കാണിച്ചു തരാട്ടോ. അങ്ങനെ ഇതാ നമ്മളെത്തി. അല്ലു എഴുന്നേറ്റ്. അല്ലുവിനെ കാണാത്ത ആൾക്കാരത്തെ കണ്ടത് എഴുന്നേറ്റ്. ഹലോ. അതെ, ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. അവിടെ പുഴയൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര വെയിലാണ് ഗൈസ്, ഒരു രക്ഷയില്ല. ഇവിടെ ഊഞ്ഞാലൊക്കെ ആടാനുണ്ട് കേട്ടോ. ഏറുമാടത്തിന്റെ മുകളിലാട്ടോ ഞാൻ ഇപ്പൊ കയറിയിരിക്കുന്നത്. താഴേക്കുള്ള വ്യൂ കാണിച്ചു തരാം. അയ്യോ, വെയിൽ കാരണം കാണാൻ പറ്റില്ലല്ലോ. അതാ താഴേക്ക് ഇതാ ഇങ്ങനെയാണ് ഗൈസ്. താഴെ കയറുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നേരെ ഓപ്പോസിറ്റ് ഇതുപോലെയൊക്കെ തന്നെയാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് വന്നത്. ഇവിടെയൊക്കെ വെള്ളം, ഏറുമാടം. താഴെ ഇരിക്കുന്ന ആൾക്കാരെ കാണിച്ചു തരാം കേട്ടോ. താഴെ ചിന്നു അമ്മയ്ക്ക് ഇരിപ്പുണ്ട്. ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു. ചിന്നു ഒരു ഹായ് പറഞ്ഞേ. ഹായ് കാണിക്ക് ചിന്നു. ഹായ്. അച്ഛനൊക്കെ ഇവിടെ? അച്ഛനൊക്കെ ആ കാട്ടിലുണ്ട്. അതന്നെ, ഇത്രയും പൊക്കത്തിലാണ് ഞാൻ നിൽക്കണത്. സംഭവം കൊള്ളാട്ടോ, നല്ല രസമൊക്കെ ഉണ്ട് ഇവിടെ കാണാനായിട്ട്. അയ്യോ, താഴെ ഇതേ ആൾക്കാർ ഇപ്പം ഉണ്ട് ഇവിടെ. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. പക്ഷെ ഈ വെയിലായതുകൊണ്ടൊക്കെ ഇറങ്ങൽ കുറച്ച് ടാസ്ക്കാണ്. എന്തോ ഇറങ്ങാനൊക്കെ സ്പേസ് ഉണ്ട്, പക്ഷെ ഇറങ്ങൽ ഒരു പണിയാണ്. ലൂനി ഏറ്റവും ഇഷ്ടപ്പെട്ട ഊഞ്ഞാലില് അല്ലു കയറിയൊക്കെയാണ്. ഇഷ്ടപ്പെട്ട അപ്പൊ ഗൈസ് ഒരു പ്രത്യേകത, പെപ്സി കാണിച്ചിട്ട് കൊച്ചിനോട് ചുമയുടെ മരുന്നാണെന്നാ പറഞ്ഞേക്കണത്. പാവല്ലു. അല്ലു ഇവിടെ നമുക്ക് ചിരിച്ചോ, ചിരിച്ചേ. അങ്ങനെ ഇതേ നമ്മളിവിടെ എത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ നടുക്ക് ചിന്നുവിൻ്റെ ബർത്ത്ഡേ ആഘോഷം. ഇവിടെ ഇരിക്കാൻ നല്ലൊരു, എന്താണത്, ഓലപ്പുരേ. ഹാപ്പി ടു യു. ഹാപ്പി ടു യൂന്ന് കൊച്ചിന് വരെ മനസ്സിലായി. ഇരുന്ന് ഞങ്ങള് കേക്കും കുറച്ച് മുന്തിരിയും അതല്ലു കഴിക്കുന്നുണ്ട്. അല്ലേ അല്ലു? മുന്തിരി മുന്തിരി കഴിക്കുന്നുണ്ട്. അമ്മ ഊഞ്ഞാലാടുകയാണ് ഗൈസ്. അച്ഛൻ അച്ഛൻ കാണില്ല. പൊങ്ങാട് അത് മണ്ടയില് വീഴരുതിട്ടത് ആ കമ്പക്ക. ഒച്ചയൊക്കെയുണ്ട്. പൊട്ടി വീഴാവോ. അതായത് നല്ല ശാന്തമായ പ്രദേശം. കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. ബാക്കി അല്ലും ചേട്ടനും കൂടി അച്ഛനാണ്. ആ ചുവന്ന ഷർട്ട് അവിടെ കാണില്ലേ, അത് അച്ഛനാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അച്ഛൻ നടന്നങ്ങോട്ട് പോകുന്നുണ്ട്. വെള്ളത്തിലേക്ക് പോകണേ. ഇതങ്ങടെ പോണേ. കയറി പോണേ. എങ്ങടാ പോണെന്നാവോ. അങ്ങോട്ട് പോകണുണ്ട്. കാട്ടിൽ കൂടെയൊക്കെയാണല്ലോ പോണത്. കണ്ട ചുമന്ന ഷർട്ടായിട്ട് വേർത്ത് പിടിച്ചൊക്കെ പോണ. കാണാനില്ല. അതേ പോണേ. എങ്ങടോ പോണ്ട്. നടന്ന് ഗൈസ് അങ്ങോട്ട് പോണ്ട്. എന്താണോ അങ്ങോട്ട് പോണത്, നമുക്ക് നോക്കാം.
ആ കണ്ണന് ഊഞ്ഞാല അടുത്ത ദൃശ്യങ്ങളാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ അപ്പോൾ രണ്ടാൾക്കാർ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു. രണ്ടാൾക്കാർ ഇതാ ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്, ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് വെള്ളമൊക്കെ കുടിച്ച്. അപ്പോൾ ഒരാൾ ഫുള്ള് കിടക്കയും തലവണിയൊക്കെ ആയിട്ടാണ് വന്നത്, താമസാക്കാൻ വന്നതാ. ഇവർ കണ്ടില്ലേ ഇങ്ങനെ എവിടെ പോകുമ്പോഴും ഇതുപോലെ കുറേ മറ്റേ ഏത് സിനിമയിലാണ്, വെട്ടം സിനിമയിൽ മറ്റേ പെണ്ണ് കിടക്കൂലേ 1450 പൈസ എന്ന് പറയണ പോലെയാണ് കേട്ടോ വന്ന് ഇരിക്കണുണ്ടോ. നല്ല രസമുള്ള സ്ഥലമാണിത്. ഇവിടെ ഒരു കപ്പിൾസ് ഇരിക്കുന്നു, അവിടെ ഒരു കപ്പിൾസ് ഇരിക്കുന്നു. ഇവിടെ സിംഗിളായി വീഡിയോ എടുക്കുന്ന ഞാനും. അതിൻ്റെ ഇടയിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം ഉണ്ടത്. ഇത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വന്ന ഒരു ഫാമിലിയാണ്, ഇത്താത്ത മോള് അവരുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എൻ്റെ പരിപാടി കണ്ടിട്ടുണ്ട്. അങ്ങനെ അവർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം അവരോടൊക്കെ സംസാരിച്ചിരുന്ന് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട്, ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ആ ഒരു നമ്മുടെ ട്രിപ്പിൻ്റെ ഇടയിൽ ഇതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയൊരു നിമിഷം തന്നെയാണ്. അപ്പോൾ അവരും ഇതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് എന്നെ കണ്ടത്. അങ്ങനെ അവർക്ക് റീൽസൊക്കെ എടുത്ത് കൊടുത്ത് കുറച്ച് നേരം അവരൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ കുറേ നേരം അവരുമായിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത്. അല്ലു അച്ചാച്ചിയും കൂടി ഇതേ വെള്ളത്തിലേക്ക് പോയിക്കണം. അല്ലു അല്ലു എവിടെ നോക്കണില്ല, അല്ലു ഇവിടെ വെള്ളത്തിലാണ്. അയ്യോ നല്ല വെള്ളത്തിലാണ്, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് നിങ്ങക്ക് എന്താ പറയാനുള്ളത്? നേരെ ഓപ്പോസിറ്റ് ആണല്ലോ ഇതിക്ക് മുമ്പ് വന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. വലിയ സംഭവമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, നല്ല സുഖമാണ്, നല്ല അറ്റ്മോസ്ഫിയർ ആണ്. കൊറേ ആൾക്കാരൊന്നും ഇല്ല അധികം. അതെ, ആൾക്കാരൊക്കെ ഉണ്ട്. ആൾക്കാർ അത്ര പെരുത്തെന്ന് പറയാം. അപ്പുറ സൈഡ് നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പുറം അവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് വെള്ളം കുറവുണ്ട് തോന്നുന്നു. വെള്ളം കുറവാണ് അവിടെ. അവിടെ ഒന്നുകൂടി വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് സ്പേസ് ഉണ്ട്. ഇത്രയും പാറകളൊന്നും അവിടെ ഇല്ല, നിരപ്പാണ്, മണ്ണലാണ് അവിടെ കുറച്ചും കൂടി കൂടുതൽ. അത് നമ്മുടെ മറ്റേ വീഡിയോയില് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അതൊന്ന് മെൻഷൻ ചെയ്താൽ മതി. പഴയ വീഡിയോ നമ്മുടെ കയ്യിലില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അതൊന്ന് ഇട്ടിരുന്നാൽ അതിന്റെ ലിങ്കോ എന്തെങ്കിലും ഇട്ടിരുന്നാല് അതും കാണാം, ഇതും കാണാം എല്ലാവർക്കും. യെസ്, അത് കാണാത്ത ആൾക്കാർക്ക്. അമ്മക്ക് ഇപ്പൊ ഇത് തോന്നണം. അമ്മ പറഞ്ഞ എന്താ അറിയോ, കാട്ടിലേക്കാണെങ്കിൽ ഇനി ഞാനില്ലാന്ന്. ഇപ്പൊ എന്ത് തോന്നി? ഇവിടെ കുഴപ്പമില്ല, പക്ഷെ അങ്ങോട്ട് നടന്ന് മേളിലേക്ക് പോകുന്നതോറും പേടിയുണ്ട്. കാരണം കുറേ സ്ഥലത്ത് ആൾക്കാളും ഒരു എന്താ പറയാ ഒരു അനക്കില്ലാണ്ടുള്ള സ്ഥലമായതുകൊണ്ടേ പേടിയുണ്ട്. ആനെ അത്രക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കാരണം സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് ആൾക്കാരുള്ളതുകൊണ്ട് അധികം പേടിക്കാനൊന്നുമില്ല. അല്ലതോടെ ഭയങ്കര വെള്ളത്തിൽ കളിയാണ് ഉണ്ടാ ഗൈസ്. അപ്പോൾ സൂപ്പർ പായസം, പരിപ്പ് പായസം. അപ്പം ഇന്നലെ വിഷുവൊക്കെ ആയിരുന്നല്ലോ, അപ്പം അതിൻ്റെ പരിപ്പ് പായസമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പം അച്ഛനെ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. 2 സെക്യൂരിറ്റി ചേട്ടന്മാർ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അമ്മയും ചിന്നും ചേട്ടനും ഇവിടെ ഉണ്ട്. നൈസ് പായസം അല്ലേ? സൂപ്പറാ, സൂപ്പർ പരിപ്പ് പായസം. അത് സൂപ്പർ പരിപ്പ് പായസം കൂട്ടി പരിപ്പ് പായസം വിത്ത് വെള്ളച്ചാട്ടം. ഊണ് കഴിച്ചിട്ടില്ല, അതിന് ഊണ് കഴിച്ചിട്ടില്ല. ഉച്ചക്കാണ് ഇവിടെ പെട്ടുപോയത്. പിന്നെ നമ്മുടെ കയ്യിൽ സ്നാക്സ് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, കുട്ടിക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എവിടെ പോയാലും നമ്മുടെ കയ്യിലുണ്ടാവും. അതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് പോയിട്ടാണ് ഒരു പിടിയാണ്ട് പിടിക്കാൻ. അതെ അതെ, അപ്പത്തേക്കും വിശപ്പാവും. പക്ഷെ ചോറ് കിട്ടാൻ സാധ്യത ഞാൻ കുറവ് കാണണേ. ഭയങ്കര ചൂട് കാരണം കണ്ണുറക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മള് പാണൻകുഴിയിൽ എത്തിയിട്ട് പരിപ്പ് പായസം വിത്ത് വെള്ളച്ചാട്ടം, നല്ല വൈബാണ്. അപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, അമ്മ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, ചേട്ടൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, അച്ഛനും അല്ലും ഇവിടെ. അതായത് അവിടെ 2 സെക്യൂരിറ്റി ചേട്ടന്മാർ. നമ്മളെല്ലാവരും കൂടിയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പരിപ്പ് പായസം കഴിക്കുന്നത്. നൈസ് വൈബ്. ഊണ് കഴിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. അതെ, ഊണ് കഴിക്കാണ്ട് പരിപ്പ് പായസം കഴിച്ച് എൻജോയ് ചെയ്യുന്ന ഞങ്ങൾ. ഗ്യാസ് കയറാനുള്ള വഴികളാണ്. ഗ്യാസ് കയറാനുള്ള വഴികളാണ് കണ്ടെത്തുന്നത്. ഇന്നിരുന്ന് ലാസ്റ്റ് ഡേ മണ്ണിലെത്തി ഞാൻ. കേട്ടാ
ബാക്കിൽ അവരൊക്കെ ഇരിപ്പുണ്ട്. അത് അല്ലു ഇവിടെ ഇറക്കമാണ് കണ്ട. അപ്പൊ അല്ലു ഇടക്കിടക്ക് താഴേക്ക് വന്ന കാരണം കൊണ്ട് ഇവിടെ വന്നിരുന്നതാ. അതാ ഇവിടത്തെ നമ്മളെ കുറച്ചു നേരം ഇവിടെയാണ് നമ്മൾ ഇരുന്ന് റെസ്റ്റ് ചെയ്തത്. അവിടെ കുറെ ഇരിക്കാൻ ചെയേഴ്സ് ഉണ്ട് അവിടെ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു നേരം വെള്ളത്തിലൊക്കെ നോക്കി. അല്ലുവിനെ മാത്രം വെള്ളത്തിൽ ജസ്റ്റ് കുളിപ്പിച്ചെടുത്ത് ബാക്കി എല്ലാവരും നമ്മളിലേക്ക് പോവാണ്. ഇവിടെ നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. പരിപ്പ് പായസം കുടിച്ചു. പിന്നെന്താ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഇരുന്ന് കഴിച്ച്. എന്താ അല്ലു മാത്രമേ വെള്ളത്തിൽ കുളിച്ചോളൂ. അല്ലു ഇഷ്ടപ്പെട്ടാ? അതെ നോക്കി ഒന്ന് ഞാൻ ഫ്രണ്ടിൽ കിടക്കട്ടെ. ഇഷ്ടായാ കുളിച്ചത്? കുളിച്ചത് ഇഷ്ടായാ? വെള്ളത്തിൽ കുളിച്ചത് ഇല്ല, താല്പര്യമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ നല്ല വേറൊരു വൈബായിരുന്നു. ഇവിടത്തെ കൂടെ വെച്ച് നോക്കുമ്പോ രണ്ട് ടൈപ്പ് വൈബായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് ഇനി നമ്മൾ പോവുകയാണ്. ഇത് വഴി വന്നേ? ഈ വഴി വന്ന വഴിയല്ല കേട്ടോ തിരിച്ചു പോണത്, വേറൊരു വഴി കൂടെയാണ് നമ്മൾ തിരിച്ചു പോണം. വന്നത് ആ ഒരു കാടിന്റെ ഇടയിൽ കൂടെ ആയിരുന്നു. തിരിച്ച് പോണത് വേറെ വഴി കൂടെ. ഇതാണ് ശരിക്കുള്ള മഹാഗണി തോട്ടം. മഹാഗണികളാണിത്, ഫുള്ള് മഹാഗണികളാണ്. മഹാഗണിത്തോട്ടം ഇതാണ് ഗൈസ്. നല്ല രസമുണ്ട് നടക്കാൻ. നല്ല കൂളിംഗ് ഉണ്ട്. ഈ ചൂട് സമയത്ത് വരാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ആട്ടിക്കൂടെ നടക്കാൻ നല്ലൊരു വൈബാണ് കേട്ടോ. ഇവിടെ വേറെ ആരും ഇല്ല, നമ്മൾ മാത്രം. കുറെ ബാഗും സഞ്ചിയും അച്ഛനൊക്കെ പോണോക്കെ ഇങ്ങനത്തെ ഒരു ഇതിൽ കൂടെ നടക്കാൻ നല്ല രസമുണ്ട്. വേറെ ആരുമില്ല, നമ്മൾ മാത്രം. ചുറ്റിനും കാടിൻ്റെ ഇടയിൽ കൂടെ വഴി. നല്ല രസമുണ്ട്. അവിടെ നിന്ന് കയറി നമ്മുടെ കാറിൻ്റെ അടുത്തെത്തി. അങ്ങനെ ഇനി അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങളുടെ പ്ലാൻ ചെയ്തിട്ടില്ല. ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി നമുക്ക് ബാക്കി ഇനി എന്താ വെച്ചാൽ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനി എന്തായാലും ഫുഡ് കഴിക്കണം. വീണ്ടും കാറ് പാർക്ക് ചെയ്ത് ഇപ്പോൾ വന്നേക്കണ സ്ഥലം എവിടെയെന്ന് പറഞ്ഞു കൊടുത്തേ ഗൈസ്. അഭയാരണ്യം, വൃദ്ധസദനം എന്നൊക്കെ കേൾക്കണം. ചിന്നിനെ പോലത്തെയാണോ? ചിന്നിനെ പോലത്തെ കുറേ നമ്മളത് ഇങ്ങോട്ട് പോകണ്ട. അവിടെ പോയിട്ട് കാണിച്ചാൽ അവിടെ എന്താണ് കാണാനുള്ളത്. ആനയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. നോക്കട്ടെ, നോക്കിയിട്ട് ബാക്കി. അതെ നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം വിശേഷങ്ങൾ. കുറച്ചിങ്ങനെ നടക്കാനുണ്ട് ഉള്ളിലേക്ക്. നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ആണ് നടക്കുന്നത് അല്ലേ? ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ നടക്കുകയാണ്. ബാക്കിൽ അവരൊക്കെ നടന്നിട്ടുണ്ട്. സിനിമയുടെ മുടി കെട്ടിയ നോക്കുന്നു. വീണ്ടും കാടിന്റെ ഉള്ളിൽ കൂടെ തന്നെ നടക്കണത്. നല്ല രസമുണ്ടല്ലേ നടക്കാൻ? നല്ലൊരു തണവൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കാട് മിനി സൂയിലേക്ക് നമ്മളിത് എൻ്റർ ചെയ്തു. അയ്യോ ഫോൺ കഴിയണേ. നല്ല രസമുണ്ട് കേട്ടോ. അല്ലോ ചിരിച്ചേ. അല്ലുവിനി ചിരിയൊന്നും വന്നില്ല ഗൈസ്. മാനുണ്ട് കേട്ടോ. കണ്ട മാനുകള്, ഇഷ്ടംപോലെ മാനുകളുണ്ട് ഇവിടെ. ഇവിടെയും കാണാനുണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം, അപ്പോഴേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതവിടെ കിടപ്പുണ്ട് കണ്ട. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും, അവിടെ കിടപ്പുണ്ട് ആനകൾ. അങ്ങനെ നമ്മൾ ആനനെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടോ. ആനനെ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നീങ്ങിയത്. കുറേ ആനകളുണ്ട് ഇവിടെ. കണ്ടോ, ഒരുപാട് ആനകളുണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ, നല്ല ഭംഗിയുള്ള ആനകൾ. ഞങ്ങളിത് തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇഷ്ടംപോലെ ആനകളെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആനകളെ കണ്ട് നമ്മൾ തിരിച്ച് നടക്കുവാണ്. ഒരു ഇല്ലി ഇതിൻ്റെ ഇടയിലാട്ടോ ഞാൻ ഇരിക്കണേ. ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് കണ്ട. അപ്പോൾ ഇവിടെ ആനകളെയൊക്കെ കണ്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. പക്ഷേ ഇവിടെ ഒരു പറമ്പാണ് കാണാനൊക്കെ. അത്യാവശ്യം പറമ്പല്ല, സോറി, കാട്ടിൽ കാണാനൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ അതേ ഇരിക്കുകയാണ് ഗൈസ് ഇവര്.
ആ നോക്ക് എങ്ങനെയുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് കൊള്ളാം, കാണാനുണ്ട്. നല്ലതാണോ ആനയുണ്ട്, മിനിയാണ്, മിനി സൂ. ആനയുണ്ട്, മാനുണ്ട്, ഉണ്ട്. ഇനിയിപ്പോ ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം. അതെ പുഴയുണ്ട്. ഇവിടെയാണ് ആനേനെയൊക്കെ കുളിപ്പിക്കുന്ന സ്ഥലം അല്ലേ? എന്താണ്? നടക്കാനുണ്ട്. അതെ നടക്കാൻ ഒരുപാടുണ്ട്. കൂടി കഴിക്കാൻ ഓ ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ആ വീഡിയോയിൽ വൈൻഡപ്പ് ചെയ്ത് അവിടെ വെച്ച്. പക്ഷെ ഫുഡ് കഴിച്ചില്ല ഗൈസ്. നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്. യെസ്. ഇവിടെ ഇതാ ചിൽഡ്രൻസ് പാർക്കിൽ കയറിയിട്ട് അല്ലോ ഓരോ റൈഡുകളിൽ ഇങ്ങനെ കയറാൻ കേട്ടോ. കുഞ്ഞു വാവകൾക്ക് വേണ്ടിയിട്ടുള്ള റൈഡാണ് കേട്ടാ. വേറെ കുറേ റൈഡുകളുണ്ട്. അതിലെല്ലാത്തിലും ആളുകളുണ്ട്. ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഈ ഒരു സീസോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും കയറാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ 13 വയസ്സ് വരെ ഉള്ളവർക്ക്, 13 വയസ്സിന് താഴെയുള്ളവർക്കേ കയറാൻ പാടുള്ളൂ. ഇതിൽ ബാക്കിയുള്ളവർക്ക് കയറാൻ പാടില്ല. എന്താ ചെയ്യുക? അത്രയും നേരം ഫുഡ് കഴിക്കുന്ന കാര്യം പറഞ്ഞ് ലാസ്റ്റ് എത്തിയത് ഇപ്പോഴാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മൾ മലയാറ്റൂരാണ് എത്തിയിരിക്കണേ. നല്ല വൈബായിട്ടാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ്. മലയാറ്റൂര് അടിവാരത്തെത്തി. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി. അങ്ങനെ നമ്മളിതാ മലയാറ്റൂരെത്തി. അപ്പോൾ അമ്മയും ചിന്നുമൊക്കെ ഇതാ ഇങ്ങോട്ട് പോകുന്നുണ്ട്. കാറ് പാർക്ക് ചെയ്ത് നമ്മൾ മുകളിലേക്ക് കയറാൻ പോവാണേ. ഇതാ അപ്പോൾ മലയാറ്റൂർ അങ്ങോട്ട് നമ്മൾ അടിവാരം മുകളിലേക്ക് കയറുന്നില്ല, അടിവാരം വരെ പോകണേ ഉള്ളൂ കേട്ടോ. ഇതാ കുറേ കടകളും ഒക്കെയുണ്ട് ഇവിടെ. മുകളിൽ അതായത് അടിവാരം നമ്മളെത്തി. മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട ഇവിടെ കത്തിക്കാനായിട്ട് മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ അല്ലു ഇറങ്ങിപ്പോയി. അച്ഛൻ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ബാക്കിയുള്ളവരിതാ നടന്നു പോകുന്നുണ്ട്. ചേട്ടനും ബാക്കിൽ അതാ നടന്നു പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അത്യാവശ്യം ആൾക്കാരും തിരക്കും ഉണ്ട്. ഞാൻ വരും ദിവസങ്ങളിൽ തിരക്ക് കൂടുള്ളൂ. കാരണം ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നത്, അതിൻ്റെ തിരക്കുണ്ടാവും. അപ്പോൾ നമുക്ക് ഒട്ടും എടുക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഇവിടെയും കൂടി കയറി മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഒരു കടയിൽ കയറി കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ നോക്കിയായിരുന്നു അല്ലുവിന്. അപ്പോൾ ഞാനിത് വോയിസ് ഓവർ ഇവിടെ നിന്ന് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ പാട്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പി റൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് കൊടുത്തത്. അങ്ങനെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് പോന്നു. അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞതാ ഞങ്ങൾ വീട്ടിലെത്തി. അതിൻ്റെ ഇടയിൽ വേറെ ജസ്റ്റ് ചായ കുടിക്കാൻ ഇറങ്ങി. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് വൈകിട്ടാണ് ഫുഡ് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ വീഡിയോയിൽ കാണിച്ചല്ലോ. അത് കഴിഞ്ഞ് ജസ്റ്റ് അടിവാരമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വന്നു. മുകളിലേക്ക് മുകളിലേക്ക്, അതായത് മലയാറ്റൂർ മല കയറിയില്ല. അവിടെ ആന ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ കയറില്ലായിരുന്നു. കാരണം കുറച്ചുകൂടി നേരത്തെ ചെന്നാലേ അങ്ങോട്ട് മലയിലേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ. കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചെത്താൻ വൈകും. അത് കാരണം കൊണ്ട് പിന്നെ അങ്ങോട്ട് കയറാനും പോയില്ല. പിന്നെന്താ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയ ട്രിപ്പാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെന്താ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതുപോലെ ഇനിയും വീഡിയോസ് ഇടയ്ക്കാണെങ്കിലും ഇടാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതുപോലെ നമ്മുടെ പരിചയത്തിൽ കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പോണ വഴി. മഹാഗണിത്തോട്ടത്തിലായാലും ഒരു ഫാമിലി ഉണ്ടായിരുന്നു, നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചു. അതൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരും. എന്തായാലും എൻഗേജ്മെൻറ്റ് വീഡിയോസൊക്കെ കുറച്ച് പേര് എവിടെ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ടായില്ല, അതാണ് സംഭവം. ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫാമിലി ട്രിപ്പ്, ഫാമിലി എന്ന് പറഞ്ഞാൽ ഫുൾ ഫാമിലി ഇല്ല, ശരത്തേട്ടൻ കുറവുണ്ട്, ആള് പുറത്തായതുകൊണ്ട് ആള് നാട്ടിലില്ല. അപ്പോൾ ചേട്ടനെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ചേട്ടനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസൊക്കെ വരും, കുറച്ച് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.